എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാവട്ടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടെന്നുള്ളത് കമൻസിൽ ഒന്ന് പറഞ്ഞോളൂ. നമുക്ക് 4 രാജ്യങ്ങളിലെ 5 കമ്പനികളിലേക്കാണ് നിലവിൽ ഗൾഫിലേക്ക് ജോലി ഒഴിവുകളുള്ളത്. UAE, ഒമാൻ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലേക്കാണ് വേക്കൻസി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കുമുള്ള അവസരമുണ്ട്. ഫുഡും അക്കോമഡേഷനുമുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ജോലികളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് എല്ലാ ജോലികളിലേക്കും ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 300ഓളം ജോലി ഒഴിവുകൾ നിലവിൽ നമുക്കുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഏതെങ്കിലും ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ 9539 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് ഇൻ്റർവ്യൂ ഡേറ്റുകൾ അനുസരിച്ചിട്ട് ഓരോ ജോലികളെക്കുറിച്ചും പരിശോധിച്ചു പോവാം. നമുക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ നടക്കുന്നത് നാളെയാണ്, അതായത് ജൂൺ 7-ാം തീയതി ഒമാനിലെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. സെയിൽസ്മാൻ, സൂപ്പർവൈസർ, ഫിഷ് കട്ടർ, ബുച്ചർ, റിസീവർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ വേക്കൻസികളിലേക്കും മിനിമം 2 വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസെങ്കിലും ഉണ്ടായിരിക്കണം. ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണെങ്കിൽ 150 ഒമാൻ റിയാൽ മുതൽ അങ്ങോട്ടായിരിക്കും സാലറി. ഏകദേശം ഒരു 180 190 ഒമാൻ റിയാൽ വരെ സാലറി ഉണ്ടായിരിക്കും. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണെങ്കിൽ 220 ഒമാൻ റിയാൽ വരെയാണ് സാലറി വരുന്നത്. ഫുഡ് ഉണ്ടാവില്ല. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. ഇവിടെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. അടുത്ത വേക്കൻസി ഫിഷ് കട്ടർ, ബുച്ചർ പോസ്റ്റുകളിലേക്കാണ്. 150 മുതൽ 200 ഒമാൻ റിയാൽ വരെയാണ് സാലറി. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അവസാനത്തെ വേക്കൻസി റിസീവർ പോസ്റ്റിലേക്കാണ്. ഇവിടെയും 150 ഒമാൻ റിയാൽ മുതൽ 180 ഒമാൻ റിയാൽ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. 35 വയസ്സിന് താഴെ പ്രായമുള്ള സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ റിസീവർ പോസ്റ്റിൽ 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 പോസ്റ്റുകളിലേക്കാണ് നിലവിൽ നാളെ നമുക്ക് ഇന്റർവ്യൂ നടക്കുന്നത്. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ക്ലയന്റ് ഇന്റർവ്യൂ ആണ് സെലക്ഷൻ നടക്കുന്നത്. ഫ്രീ വിസയാണ്. അതായത് വിസയ്ക്ക് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ ഉണ്ടാവില്ല. മെഡിക്കൽ അതേപോലെ തന്നെ ടിക്കറ്റ് കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, നാളത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ 9539 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ മറക്കരുത്. ഇന്ന് രാത്രി 9 മണി വരെ നമ്മൾ ഈ ഒരു ജോലിയിലേക്ക് CV കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി UAE-യിലേക്കാണ്, അബുദാബിയിലേക്കാണ്. സിനോപെക് എന്ന ഒരു കമ്പനിയിലേക്ക് ബസ് ഡ്രൈവർ, ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. ഇവിടെ ബസ് ഡ്രൈവർ പോസ്റ്റിലേക്ക് 48 വയസ്സിന് താഴെ പ്രായമുള്ളവരെയും ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്ക് 43 വയസ്സിന് താഴെ പ്രായമുള്ളവരെയുമാണ് പരിഗണിക്കുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ, മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ പേപ്പറാണ് വരുന്നത്, 2 വർഷത്തെ വിസയാണ് വരുന്നത്. എന്നാൽ വർഷത്തിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാനുള്ള അവസരവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 1 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം നിങ്ങൾക്ക് കമ്പനി ലീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്റർവ്യൂ സമയത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇവിടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇവിടെ ബസ് ഡ്രൈവർ പോസ്റ്റിലേക്ക് UAE നമ്പർ 6 ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത്. അത് വാലിഡ് ആണെങ്കിലും എക്സ്പയർ ആണെങ്കിലും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്കാണെങ്കിൽ UAE ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ 3 കയ്യിലുള്ളവരെയാണ് പരിഗണിക്കുന്നത്. അത് വാലിഡ് ആണെങ്കിൽ മാത്രമേ ഇവിടെ അവസരമുള്ളൂ. ഇനി സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ബസ് ഡ്രൈവർ പോസ്റ്റിലേക്ക് 3000 മുതൽ 3500 UAE ദിർഹം വരെയും, ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്ക് 3000 UAE ദിർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക. ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു. ബസ് ഡ്രൈവർ പോസ്റ്റിലേക്ക് 48 വയസ്സ് വരെയും ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്ക് 43 വയസ്സ് വരെയുമാണ് പരിഗണിക്കുന്നത്. ഈ വരുന്ന ജൂൺ 9-ാം തീയതിയാണ് നമുക്ക് ഇന്റർവ്യൂ വരുന്നത്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഇന്ത്യൻ ലൈസൻസ് ഇവിടെ പരിഗണിക്കില്ല. മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസും ഇവിടെ പരിഗണിക്കില്ല. ഒന്ന് UAE ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. UAE ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ 6 കയ്യിലുണ്ടായിരിക്കണം. അത് വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ UAE ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ 3 കയ്യിലുള്ളവർക്ക് വാലിഡ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുള്ളൂ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ്. ഒമാനിലെ ജുഫ കമ്പനിയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. ഹെവി ഡ്രൈവർമാരെയും ട്രക്ക് ഡ്രൈവർമാരെയുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പരിശോധിക്കാം. ഹെവി ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഇവിടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പരിഗണിക്കുക. അതായത് നിങ്ങൾക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെവി വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. 170 ഒമാൻ റിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഒമാൻ ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനി നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും.
ഇനി GCCയിലെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ളവരാണെങ്കിൽ ട്രക്ക് ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് ജോലി നേടാം. 180 ഒമാൻ റിയാലാണ് സാലറി വരുന്നത്. പ്ലസ് ഓവർ ടൈം കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് സെയിൽസ് കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എടുത്ത് പറയട്ടെ, 170 ഒമാൻ റിയാൽക്ക് പുറമെ സെയിൽസ് കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 2 പോസ്റ്റുകളിലേക്കും, അതായത് ഹെവി ഡ്രൈവർ പോസ്റ്റിലേക്കാണെങ്കിലും ട്രക്ക് ഡ്രൈവർ പോസ്റ്റിലേക്കാണെങ്കിലും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്കുള്ള ഇന്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് ജൂൺ 10-ാം തീയതിയാണ്. അപ്പോൾ 170 ഒമാൻ റിയാലായിരിക്കും ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കുള്ള സാലറി, പ്ലസ് സെയിൽസ് കമ്മീഷനും ഉണ്ടായിരിക്കും. 180 ഒമാൻ റിയാലായിരിക്കും GCC ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കുള്ള സാലറി. ഈ ഒരു സാലറിക്ക് പുറമെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓവർ ടൈമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന 10-ാം തീയതിയാണ് നമുക്ക് ഇന്റർവ്യൂ വരുന്നത്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കുവൈത്തിലേക്കാണ്. കുവൈത്തിലേക്ക് വെയിട്രസ്, ടീം മെമ്പർ, ഹോസ്റ്റസ് എന്നീ പോസ്റ്റുകളിലേക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട്. 160 കുവൈത്ത് ദിനാറായിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടാവുക. കൂടാതെ ഡ്യൂട്ടി സമയത്ത് മീൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് 2 നേരം ഭക്ഷണം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല, എന്നാൽ അക്കോമഡേഷൻ അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 40 കുവൈത്ത് ദിനാർ നിങ്ങൾക്ക് അക്കോമഡേഷൻ അലവൻസ് ആയിട്ട് ലഭിക്കും. കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ആയിട്ട് 20 കുവൈത്ത് ദിനാർ കൂടെ ലഭിക്കും. അപ്പോൾ ഈ ഒരു 160 കുവൈത്ത് ദിനാർ പ്ലസ് ഡ്യൂട്ടി മീൽ പ്ലസ് അക്കോമഡേഷൻ അലവൻസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക. 2 വർഷത്തെ പേപ്പറാണ് വരുന്നത്. ഇവിടെ മിനിമം 3 വർഷത്തെങ്കിലും ഹോസ്റ്റസ് അല്ലെങ്കിൽ വെയിട്രസ് അല്ലെങ്കിൽ ടീം മെമ്പർ പോസ്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള 35 വയസ്സിന് താഴെ പ്രായമുള്ള ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമോ കാര്യങ്ങളോ ഉണ്ടായിരിക്കണം. പ്രായപരിധി ഞാൻ പറഞ്ഞു 35 വയസ്സ് വരെയാണ്. അതേപോലെ തന്നെ ഈ ഹോട്ടൽ മേഖലയിലുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു പോസ്റ്റുകളിലേക്ക് പരിഗണിക്കുന്നുള്ളൂ. ഈ വരുന്ന 11-ാം തീയതിയാണ് കുവൈത്തിലേക്കുള്ള ഈ ഹോസ്റ്റസ്, വെയിട്രസ്, ടീം മെമ്പർ പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത്. സ്ത്രീകളെ മാത്രമേ പരിഗണിക്കുള്ളൂ. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ 9539128062 നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ ഹങ്കർ സ്റ്റേഷൻ എന്ന കമ്പനിയിലേക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. ഇന്ത്യൻ 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, അതെടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുള്ള യുവാക്കളെയാണ്, 40 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 3000 സൗദി റിയാൽ നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടാകും. എന്നാൽ ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. 3000 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ ഏകദേശം 72,000 രൂപ എന്തോ ആയി. എന്നാൽ ഇവിടെ കമ്പനി അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയൊരു ടാർഗറ്റ് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകും. അതായത് ഒരു മാസം 600 ഡെലിവറി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 600 ഡെലിവറി എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു 3000 സൗദി റിയാൽ സാലറി കിട്ടുകയുള്ളൂ. ഇനി 600 ഡെലിവറിക്ക് മേലെ നിങ്ങൾ ഡെലിവറി ചെയ്താലോ കമ്പനി നിങ്ങൾക്ക് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 600 ഡെലിവറി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സാലറിയിൽ നിന്ന് കമ്പനി സാലറി കട്ട് ചെയ്യുന്നതായിരിക്കും. അത് എത്ര എന്നുള്ളതും കമ്മീഷൻ നിങ്ങൾക്ക് എത്ര ലഭിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്റർവ്യൂ സമയത്തായിരിക്കും അവർ പറയാം. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 വർഷത്തെ വിസ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുക. 13-ാം തീയതിയാണ്, അതായത് ജൂൺ 13-ാം തീയതിയാണ് ഇതിലേക്കുള്ള ലാസ്റ്റ് ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ 40 വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യൻ 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആർക്കും തന്നെ, പുരുഷന്മാർക്ക് ആർക്കും തന്നെ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. യോഗ്യത ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല, അതായത് 10ാം ക്ലാസ് വേണമെന്നില്ല, അതില്ലാത്തവരെയും പരിഗണിക്കുന്നുണ്ട്. എക്സ്പീരിയൻസും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇതാണ്. 3000 സൗദി റിയാൽ സാലറി ഉണ്ടായിരിക്കും. പക്ഷേ 600 ഡെലിവറി ടാർഗറ്റ് ഉണ്ട്. ആ 600 ഡെലിവറി നിങ്ങൾ ഒരു മാസം എടുത്തിട്ടില്ലെങ്കിൽ സാലറി കട്ട് ഉണ്ടായിരിക്കും. 600-ന് മേലെ നിങ്ങൾ ഡെലിവറി ചെയ്യണമെങ്കിൽ കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമ്പനിയോട് അല്ലെങ്കിൽ അവരോട് ചോദിച്ച് ഇന്റർവ്യൂ സമയത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പോകാവുന്നതാണ്. പിന്നെ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 30 to 60 ദിവസം കൊണ്ടാണ് കയറി പോകുക. സൗദിയിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിസ പ്രോസസ്സിംഗ് ടൈം കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 60 ദിവസം 2 മാസം പിടിക്കും നിങ്ങൾ ഇന്റർവ്യൂ സെലക്ട് ആയി ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ജോലിയൊന്നും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള യോഗ്യതയുള്ള നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ജോലി ലഭിക്കുക. നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക.